നിങ്ങളുടെ കയ്യിൽ ഒരു സാംസങ് മൊബൈൽ ഉണ്ടോ? നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് ട്രിപ്സ് പറഞ്ഞുതരാം, വായോ. ആദ്യത്തെ ട്രിക്ക്, ക്യാമറ ഓപ്ഷനിൽ പോവുക. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റുള്ള ഓപ്ഷൻ മോറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒബ്ജക്റ്റ് ഐഡൻറ്റിഫയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മതി. ഫോൺ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താ സാധനം എന്ന്. ഇതേപോലെ ടെലിഫോൺ, ടോയ് കാർ, റിമോട്ട് കൺട്രോൾ, ടെക്സ്റ്റ് റീഡർ വരുന്നുണ്ട്, കളർ ഡിറ്റക്ടർ വരുന്നുണ്ട്, അതേപോലെ സീൻ ഡിസ്ക്രൈബർ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ട്രിക്ക് നമ്പർ 2, ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ഗാലറി തുറക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 2 പിക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ അടിയിലുള്ള ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പല ഓപ്ഷൻസും വരാം. നിങ്ങൾക്ക് വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇല്ലാണ്ട് കോളേജസ് ഉണ്ടാക്കുക, അതേപോലെ ഗിഫ് ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇപ്പോൾ സെലക്ട് ചെയ്ത ഫയൽ നിങ്ങൾക്ക് PDF ആയിട്ട് സേവ് ചെയ്യുകയും ചെയ്യാം. ഇത് വളരെ ഒരു യൂസ്ഫുൾ ഫീച്ചറാണ്. ട്രിക്ക് നമ്പർ 3, നിങ്ങൾക്ക് വേറൊരാളുടെ സംസാരം സീക്രട്ടായിട്ട് കേൾക്കണമെങ്കിൽ സെറ്റിങ്സ് പോവുക. എന്നിട്ട് അതിൽ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ്സ് അതിൽ പോയിട്ട് ഈ ആംപ്ലിഫൈ ആംബിയൻ സൗണ്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേറൊരാൾ സംസാരിക്കുന്ന എന്ത് കൺവെർസേഷൻ ആയാലും നിങ്ങൾക്ക് ഒളിച്ചിരുന്ന് കേൾക്കാം. ട്രിക്ക് നമ്പർ 4, നിങ്ങൾക്ക് ഇതേപോലെ ലൈവായിട്ടുള്ള 3D ഇമേജസ് വേണമെങ്കിൽ ആദ്യം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യൂ. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് മോളിക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൈവ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ജസ്റ്റ് അതൊന്ന് വെയിറ്റ് ചെയ്യുക. ആഡിങ് ലൈവ് എഫക്റ്റ് എന്ന ഓപ്ഷൻ വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അടിപൊളി 3D ആനിമേഷൻസ് ആയിട്ടുള്ള ഫോട്ടോ കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാൾപേപ്പറായിട്ട് എങ്ങനെ വേണമെങ്കിലും സേവ് ചെയ്യാം. ട്രിക്ക് നമ്പർ 5, ഇതിപ്പോൾ നോക്കുക, ഈ സ്ക്രീനിൽ കാണുന്ന ഇമേജ് ഭയങ്കര ക്ലാരിറ്റി കുറഞ്ഞൊരു ഇമേജാണ്. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ടാപ്പ് ചെയ്തിട്ട് ഇതിൽ റീമാസ്റ്റർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി AI വെച്ചിട്ട് അതിലുള്ള ഗ്ലിച്ചസും കാര്യങ്ങളും, അതായത് ഫുൾ ബ്ലറുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിറ്റിയോടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഫുൾ HD ഇമേജസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ട്രിക്സ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് എന്തായാലും ഷെയർ ചെയ്യും.